പ്രിയപ്പെട്ടവരെ, നമസ്തേ. കേരളം ഇനി ഒരിക്കലും ആ പഴയ കേരളമായിരിക്കുകയില്ല. ജീവിതത്തിൽ പലതവണ നാമെല്ലാം കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു വാചകമാണിത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ അടിസ്ഥാനമില്ല എന്ന പ്രത്യക്ഷത്തിൽ തോന്നിയേക്കാവുന്ന ഒരു വെറും ആത്മഗതം. എന്നാൽ അങ്ങനെയല്ല, അക്ഷരം പ്രതി യാഥാർത്ഥ്യമാണ് ആ വാക്കുകൾ എന്ന് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഏകദേശം വർഷക്കണക്കനുസരിച്ച് 2018 ശേഷം, പ്രത്യേകിച്ചും 2018 നമ്മുടെ ആ വലിയ പ്രളയമുണ്ടല്ലോ, ആ മഹാപ്രളയമാണല്ലോ കേരളത്തിൻ്റെ തലവരം എല്ലാ മേഖലകളിലും മാറ്റിവരച്ചത്. കേരളവും അതിൻ്റെ ഭൂപ്രകൃതിയും സ്ഥിരമായ ഒരു മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. വയനാട് യാത്രകളെ പ്രണയിച്ചിരുന്നവർക്കെങ്കിലും പരിചിതമായ സീതമ്മക്കുണ്ട് എന്നൊരു വെള്ളച്ചാട്ടത്തെ ഓർമ്മയില്ലേ? ഇനി ആർക്കും കാണാൻ ആവില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലളിതമാകും കാര്യങ്ങൾ. ചൂരൽമല പുഴ ഒരുക്കിയ അതിമനോഹരമായ പ്രകൃതി ദൃശ്യത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് പൊട്ടിയൊലിച്ചു വന്ന അസംഖ്യം പാറക്കൂട്ടങ്ങളും ചെളിയും മണ്ണും മാത്രമാണുള്ളത്. ഒരു പ്രദേശം തന്നെ മാഞ്ഞുപോയ ശേഷം പുതിയൊരു ഭൂപ്രകൃതി ഉടലെടുക്കുന്നതിൻ്റെ ആരംഭം എന്ന് നിസ്സംശയം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഉരുളെല്ലാം കവർന്നെടുത്ത പുത്തുമലയുടെ സമീപകാല ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അന്ന് പുത്തുമലയുടെ ഹൃദയത്തിൽ പ്രകൃതി ഏൽപ്പിച്ച മുറിവുകൾക്ക് മുകളിൽ സാവധാനം വളർന്നു കയറുന്ന പച്ചപ്പ് ഇപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും വയനാട് മുണ്ടക്കൈ ദുരന്തത്തെപ്പറ്റി സംസാരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. എനിക്ക് നിങ്ങളോട് മറ്റൊരു സ്ഥലത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടാണ് ആ സ്ഥലം. പ്രകൃതിയുടെ സുരക്ഷിത കരങ്ങളിൽ വിശ്വസിക്കുന്ന ആരെയും ഭയപ്പെടുത്തുന്ന ഉരുൾപൊട്ടലിനാണ് വിലങ്ങാട് ഗ്രാമം കഴിഞ്ഞ ജൂലൈ 30 സാക്ഷ്യം വഹിച്ചത്. ആഘാത പഠന റിപ്പോർട്ടുകൾ പ്രകാരം 100-നടുപ്പിച്ച പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് പൊട്ടിപ്പരന്നൊഴുകി എത്തിയ ഉരുൾ 300 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ വരുത്തി എന്നാണ് സർക്കാർ റിപ്പോർട്ടുകളിൽ പറയുന്നത്. വയനാട് ദുരന്തം നടന്ന അതേ കാലയളവിൽ സംഭവിച്ച ഈ ഉരുൾപൊട്ടൽ ലോകം അറിയാതെ പോയതും അതുകൊണ്ട് തന്നെയാണ്. വയനാടും വിലങ്ങാടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? മനുഷ്യവാസമില്ലാത്തിടത്ത് സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റം സാധാരണയായി പ്രകൃതി ദുരന്തം എന്ന് അറിയപ്പെടാറില്ല. വിലങ്ങാട് മനുഷ്യവാസം ഉണ്ടായിരുന്നു, മരണസംഖ്യ 1 ഒതുങ്ങി എന്നത് മാത്രമാണ് വ്യത്യാസം. ദൗർഭാഗ്യവശാൽ മനുഷ്യജീവനുകൾ, മനുഷ്യൻ്റെ സ്വത്ത് വകകൾ ഒക്കെ ഉയർന്ന അളവിൽ നഷ്ടമാകുമ്പോൾ മാത്രമാണ് പ്രകൃതിക്ഷോഭം ദുരന്തത്തിൻ്റെ പട്ടികയിലേക്ക് ചേർക്കപ്പെടുന്നത്. അപ്പോൾ മാത്രമാണ് മാധ്യമ ശ്രദ്ധ കൂടുതലായി അതിലേക്ക് എത്തിച്ചേരുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ആകാം 160 ഹെക്ടർ പ്രദേശത്തെ വനവും കൃഷിയും പാടെ നശിച്ച് ഉരുൾ കടന്നുപോയി. വിലങ്ങാട് വലിയ വാർത്തയാകുന്നില്ല. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരേ ഒരു മനുഷ്യജീവൻ മാത്രമാണ് അവിടെ പ്രകൃതി കവർന്നെടുത്തത്. പക്ഷെ വിലങ്ങാട് 14ലധികം വീടുകൾ പൂർണ്ണമായും തകർന്നു. 112 വീടുകൾ വാസയോഗ്യമല്ലാതെയായി. അനവധി മനുഷ്യർ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. 2019 സമാനമായ സാഹചര്യങ്ങളിൽ മരണവും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട് എന്നതും വാർത്തകളിൽ നാം വായിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ പ്രദേശത്തും 4 വർഷം മുമ്പ് ഉരുൾപൊട്ടിയിരുന്നു എന്ന് പഴയകാല വാർത്തകൾ പറയുന്നു. പുത്തുമലയിൽ 2019 ഓഗസ്റ്റിൽ സോയിൽ പൈപ്പിംഗ് മൂലമുള്ള മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. സമാന സംഭവം വൈത്തിരി ബസ് സ്റ്റോപ്പിന് സമീപവും നടന്നിട്ടുണ്ട്. അമ്പൂരിയും കവളപ്പാറയും പെട്ടിമുടിയും പുത്തുമലയും പുഞ്ചിരി മട്ടവും മുണ്ടക്കൈയും ഒക്കെ എന്താണ് നമ്മളോട് പറയുന്നത്? എല്ലാം ഒരു കാലത്ത് പ്രകൃതി സൗന്ദര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. ഇന്ന് ഭീതിപ്പെടുത്തുന്ന ഭൂതകാലവും പേറി പ്രേത നഗരങ്ങൾ പോലെ നിൽക്കുന്നവയാണ് ഇതിൽ പലതും. ഇവിടങ്ങളിലൊക്കെ പ്രകൃതി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി താൽക്കാലികമായെങ്കിലും മാറി നിന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. അല്ലാത്തവർ രക്തസാക്ഷികളായി മാറിയിരിക്കുന്നു. അവിടെയും നാമൊക്കെ മറന്നുപോകുന്ന ഒന്നുണ്ട്.
സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ പ്രകൃതിയിൽ നിന്നോ വളർത്തുമൃഗങ്ങളിൽ നിന്നോ ഒക്കെ മുന്നറിയിപ്പ് ലഭിച്ച മനുഷ്യർ എങ്ങോട്ട് പോകണമെന്ന് മാത്രം ആരും പറഞ്ഞിരുന്നില്ല. കാരണം മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്ന എല്ലായിടത്തും ദുരന്തങ്ങൾ ഉണ്ടാകണമെന്നില്ല. ഭൂമിയുടെ ചരിവും മഴയുടെ അളവും മണ്ണിന്റെ സ്വഭാവവും മരങ്ങളുടെ എണ്ണവും ഇനവും പാറകളുടെ ഘടനയും അടക്കം ഒട്ടനവധി ഘടകങ്ങൾ ഒത്തുവന്നാൽ മാത്രമേ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങളോ സംസ്ഥാന സർക്കാരോ തയ്യാറാവാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. അത്തരമൊരു ഇടം ഒരുക്കാതെ വിട്ടൊഴിഞ്ഞു പൊയ്ക്കൊള്ളൂ എന്ന് നിർദ്ദേശിച്ചാൽ വിധിയുടെ സൗജന്യത്തിൽ വിശ്വസിക്കാനായിരിക്കും കൂടുതൽ പേർക്കും താല്പര്യം, അല്ലേ? മലയുടെ മനസ്സ് തൊട്ടറിഞ്ഞ മണ്ണിന്റെ മക്കൾ ആവുമ്പോൾ അവർ പ്രകൃതിയെ കൂടുതൽ വിശ്വസിച്ചു എന്നും വരാം. ചുരുക്കത്തിൽ മുന്നറിയിപ്പുകളിൽ അവസാനിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഭരണ സംവിധാനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടി വരും. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച വാക്കുകൾക്ക് സമീപഭാവിയിലും ദീർഘകാല അടിസ്ഥാനത്തിലും പ്രാധാന്യം കൈവരുന്നത്. കേരളം ഇനി ഒരിക്കലും ആ പഴയ കേരളം ആയിരിക്കുകയില്ല. അതിൻ്റെ കാരണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ നമുക്ക് ശ്രമിക്കാം. പച്ചയാം വിരിപ്പെട്ട സഹ്യനിൽ തലവെച്ചും സ്വച്ഛാബ്ദി മണൽത്തെട്ടാം പാദോപധാനം പൂണ്ടും പള്ളി കൊണ്ടുയിടുന്ന നിൻ പാർശ്വയുഗ്മത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ. ഓർമ്മയില്ലേ ഈ വരികൾ? കേരളത്തിൻ്റെ ജോഗ്രഫി വരകളിലൂടെ വരച്ചിട്ട നമ്മുടെ പ്രിയ കവി വള്ളത്തോൾ പ്രകൃതി കേരളത്തിന് നൽകിയ അനുഗ്രഹങ്ങളുടെ ചിത്രമാണ് ഇതിലൂടെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. സഹ്യപർവ്വതം പച്ചയാം വിരിപ്പിട്ട് നിൽക്കുകയും കേരളം അതിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങുകയും ചെയ്യുന്നു എന്ന് കവി സങ്കല്പിക്കുന്നു. അറബിക്കടലിലെ ജലത്തെ നീരാവിയാക്കുന്ന സൂര്യനും തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്ന സഹ്യനും ചേർന്ന് കേരളത്തിന് സമ്മാനിക്കുന്ന മഴയാണ് കേരളത്തെ കേരളമാക്കിയത് എന്നും വാദിക്കുന്നവരുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെയും അറിയപ്പെടുന്ന ഈ പർവ്വതനിരകൾ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. 1440 കിലോമീറ്റർ നീളവും ശരാശരി 900 മീറ്റർ ഉയരവുമുള്ള സഹ്യപർവ്വതം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിവർന്ന് നിൽക്കുന്നത് അനുഗ്രഹങ്ങൾ മാത്രമാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്. ഒന്നും രണ്ടുമല്ല, 44 നദികളാണ് ഈ കൊച്ചു കേരളത്തിലൂടെ ഒഴുകുന്നത്. ആ നദികളും സഹ്യപർവ്വത നിരകളും അധ്വാനിക്കുന്ന മനുഷ്യന് അതിൻ്റെ ഫലം മടക്കി നൽകിയിട്ടുമുണ്ട്. അതിനാലാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ സഹ്യന്റെ മലമടക്കുകളിലേക്ക് ജീവിത സ്വപ്നങ്ങളുമായി കുടിയേറി പാർത്തതും ആ പ്രകൃതിയിൽ ഇണങ്ങി ജീവിച്ചു വന്നതും. അവരിൽ ഭൂരിഭാഗം പേരും പ്രകൃതിയെ ചൂഷണം ചെയ്ത് കോടീശ്വരന്മാരായി മാറിയവരല്ല. അവരിൽ ഭൂരിഭാഗം പേർക്കും സഹ്യന്റെ ഹൃദയം തുറന്ന് പാറ പൊട്ടിക്കുന്ന ക്വാറികളുമില്ല. അവരിൽ എത്ര പേർക്കാണ് റിസോർട്ടുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും ഉള്ളത് എന്നുകൂടി ചിന്തിക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ജീവിക്കാൻ ഇടം തേടി പോയവർ ജീവനോപാധിയായി ചെയ്ത നിർമ്മാണങ്ങളോ മറ്റു പ്രവർത്തനങ്ങളോ കാർഷിക വൃത്തിയോ സഹ്യാദ്രിയെ അസ്ഥിരപ്പെടുത്തിയതിനും എത്രയോ കൂടുതൽ ചൂഷകരായി മാത്രം മല കയറി വന്ന മാഫിയകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആഗോളതാപനം ഈ രീതിയിൽ തുടരുന്നിടത്തോളം കാലം അന്തരീക്ഷ ഊഷ്മാവിൽ ഉണ്ടാകുന്ന മാറ്റം അറബിക്കടലിനെ പതിവിലധികം ചൂടുപിടിപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന മഴമേഘങ്ങൾ സഹ്യൻ തടഞ്ഞു നിർത്തുകയും മേഘവിസ്ഫോടനങ്ങൾ സ്ഥിരമാവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് സമീപകാല അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. ചുരുക്കത്തിൽ, കേരളത്തെ ജലസമൃദ്ധമാക്കുവാൻ സഹ്യപർവ്വതം എങ്ങനെയാണോ സഹായിച്ചിരുന്നത്, ആ അനുഗ്രഹം നാളെ കേരളത്തിന് ശാപമായി മാറിയേക്കാം. മഴയുടെ അളവിലും ഇടവേളകളിലും വന്ന മാറ്റം നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും. അങ്ങനെ ഒരു ശാപം പ്രകൃതി കേരളത്തിന് നൽകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ
അത്തരമൊരു സാഹചര്യത്തെ നേരിടാനും നാം സജ്ജരായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും അറബിക്കടലും കൂമ്പാര മഴമേഘങ്ങളും സഹ്യപർവ്വതത്തിലെ നിരകളും നൽകുന്ന മഴപ്പെയ്ത്ത് കുറച്ചു കാലത്തിനപ്പുറം കേരളത്തിന് സമ്മാനിക്കുന്നത് ദുരിതങ്ങളും ദുരന്തങ്ങളും മാത്രമാണ്. ആഗോളതലത്തിൽ തന്നെ സംഭവിച്ച കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ഈ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടാൻ കേരളത്തിലും സാധിച്ചേനെ. പക്ഷേ പ്രകൃതിയെ പരിഗണിക്കാതെ നടപ്പിൽ വരുത്തിയ എല്ലാ പരിഷ്കാരങ്ങളും ചേർന്ന് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ മണ്ണും മനുഷ്യനും എത്തിപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഉരുൾപൊട്ടലുകളിൽ ദേശീയതലത്തിൽ തന്നെ റെക്കോർഡിട്ട് നിൽക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളം. മേഘവിസ്ഫോടനങ്ങളുടെ എണ്ണവും അശാസ്ത്രീയമായ ഭൂവിനിയോഗവും ചേർന്ന് വിതച്ച അപകടങ്ങളാണ് പല ഉരുൾപൊട്ടൽ ദുരന്തങ്ങളും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയേ തീരൂ. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശം, മരങ്ങളും മറ്റ് പ്രകൃതി സൗഹൃദ സസ്യലതാദികളും മനുഷ്യനാൽ നശിക്കപ്പെടുന്നതുമായ മേഖല, ജലത്തെ ആഗിരണം ചെയ്യാനുള്ള സ്വാഭാവിക ശേഷി ക്രമേണ നഷ്ടമായി പരിതാവസ്ഥയിലേക്ക് എത്തുന്ന തരത്തിലുള്ള മണ്ണ്, ക്വാറികളുടെ സാന്നിധ്യം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യതകൾക്ക് ആക്കം കൂട്ടുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം. നദികളുടെയും നീർച്ചാലുകളുടെയും സ്വാഭാവികമായ ഒഴുക്കിനെ തടഞ്ഞുകൊണ്ടുള്ള നിർമ്മാണങ്ങൾ, മണ്ണിന്റെ ഘടനയിൽ വരുത്തിയ മാറ്റങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മൂലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഉറപ്പും ബലവും നൽകിയിരുന്ന വേരുകളുടെ ബന്ധനം നഷ്ടപ്പെട്ട അവസ്ഥയും വന്നു ചേർന്നിട്ടുണ്ട്. പാറ പൊട്ടിക്കാൻ കാർന്നു തിന്ന മലകൾ ചോദ്യചിഹ്നം കണക്കെ നമ്മെ നോക്കി പല്ലിളിക്കുന്നുമുണ്ട്. വികസനം മാത്രം ലക്ഷ്യം വെച്ച് സഞ്ചരിച്ച കാലത്ത് സുസ്ഥിര വികസനമാണ് വേണ്ടത് എന്ന് പറഞ്ഞവരെയൊക്കെ പിന്തിരിപ്പന്മാരാക്കി മാറ്റുവാൻ കാണിച്ച വ്യഗ്രത നാടിനെ നശിപ്പിച്ചു എന്ന് ചുരുക്കി പറയാം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ പറയുന്നത്. പ്രകൃതിയെ നശിപ്പിക്കാൻ കാരണമായ പല വിഷയങ്ങളും നമ്മൾ പറയുകയുണ്ടായി. ഇവയിൽ മനുഷ്യന് ഒഴിവാക്കാൻ സാധിക്കാവുന്ന എല്ലാ ഘടകങ്ങളും നാം ഒഴിവാക്കിയേ പറ്റൂ. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ പഴയതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കണ്ടുവന്നിരുന്ന ഹരിത സുന്ദര കാലാവസ്ഥ ആയിരിക്കേയില്ല. ആഗോള താപനം വരുത്തിയ വിനയുടെ കൂരമ്പ് വന്ന് തറയ്ക്കുന്നത് കേരളത്തിൻ്റെ നെഞ്ചിലാണ്. മറ്റനവധി നാടുകളിലും സമാന അവസ്ഥകൾ ഉണ്ടായേക്കാം. പക്ഷേ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട നമ്മുടെ നാട് പ്രകൃതി ദുരന്തങ്ങളുടെ ഇടമായി മാറിയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ ഗുരുതരമായ ആഘാതം ഏൽപ്പിക്കാൻ അതിന് സാധിച്ചേക്കും. ഇപ്പോൾ തന്നെ ടൂറിസം മേഖലയിൽ കേരളം പിന്തള്ളപ്പെടുവാൻ ഈ ദുരന്തങ്ങൾ വഴിവെച്ചേക്കാം. കാരണം വയനാട് പോലെ വിനോദസഞ്ചാരികളുടെ പ്രിയ ഇടങ്ങളാണ് പൊട്ടിയൊഴുകി കൽക്കൂമ്പാരങ്ങളായി മാറിപ്പോകുന്നത്. മാധവ് ഗാഡ്ഗിൽ എന്ന പേര് ഓരോ ഉരുൾപൊട്ടലിന് ശേഷം കുറേ കാലം TV ചാനലുകളിൽ നിറഞ്ഞു നിൽക്കും. പുതിയ കഥകൾ വരുമ്പോൾ അദ്ദേഹത്തെ എല്ലാവരും മറക്കും. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രായോഗികമോ അപ്രായോഗികമോ ആയിക്കൊള്ളട്ടെ, നടപ്പിൽ വരുത്താൻ സാധിക്കുന്ന എന്തെങ്കിലും ആ വരികളിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. അതാണ് കണ്ണിമുറിയാതെയുള്ള ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ബദൽ നിർദ്ദേശമായി വന്ന കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അഭിപ്രായങ്ങൾക്കും അകാല ചരമമടയാനാണ് വിധി. മാധവ് ഗാഡ്ഗിലിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ എന്നോ തന്നെ ഭരണകൂടം തത്വത്തിൽ തള്ളിക്കളഞ്ഞവയാണ്. സഖ്യനെ 3 സോണുകളായി തിരിച്ച് സംരക്ഷിക്കാമെന്ന് നിർദ്ദേശിച്ച മാധവ് ഗാഡ്ഗിലിൻ്റെ വീട്ടിൽ എത്ര കരിങ്കല്ലുണ്ട് എന്ന് എണ്ണുന്ന തിരക്കിലായിരുന്നു കുറെ കാലം നമ്മളൊക്കെ. നമുക്ക് വേണ്ടത് സ്വസ്ഥമായ ജീവിതമാണെങ്കിൽ സുസ്ഥിരമായ വികസനമാണ് മാതൃക. മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയെ താറുമാറാക്കിയ ശേഷം നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏത് ഉന്നതന്റെ തണലിലായാലും പൊളിച്ചെറിഞ്ഞേ മതിയാവും. അല്പലാഭത്തിനു വേണ്ടി കുന്നും മരങ്ങളും നശിപ്പിച്ചവർ വരണ്ടുണങ്ങിയ വേനലിനെയും തലയ്ക്ക് മുകളിൽ പൊങ്ങിമറിയുന്ന പ്രളയത്തെയും ഒരുപോലെ ശപിക്കുന്നത് കാണുമ്പോൾ
വല്ലാത്തൊരു നിർവികാരതയാണ് തോന്നുന്നത്. അല്പലാഭത്തിനു വേണ്ടി കുന്നും മരങ്ങളും നശിപ്പിച്ചവർ വരണ്ടുണങ്ങിയ വേനലിനെയും തലയ്ക്ക് മുകളിൽ പൊങ്ങി മറിയുന്ന പ്രളയത്തെയും ഒരുപോലെ ശപിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ്. വരും തലമുറയ്ക്ക് ചിത്രങ്ങളിൽ മാത്രം ശേഷിക്കുന്ന ഒന്നായി കേരളം മാറിപ്പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിന്റെ കാരണം തേടിപ്പോയ വിദഗ്ധ സംഘം പറഞ്ഞതനുസരിച്ച് മലമുകളിൽ പെയ്തിറങ്ങിയ കനത്ത മഴ രൂപം കൊടുത്ത ഡാമിംഗ് പ്രതിഭാസമാണ് നാശനഷ്ടങ്ങൾ വിതച്ച ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം. പുഴയുടെ വീതി കുറഞ്ഞ ഭാഗത്ത് വലിയ തോതിൽ മരങ്ങളും കല്ലും അടിഞ്ഞുകൂടി ഉണ്ടായ തടയണ പോലുള്ള പ്രകൃതിദത്ത വെള്ളക്കെട്ട് സംഭരിച്ചു വെച്ച ജലം അതിവേഗത്തിൽ താഴേക്ക് കുത്തി ഒലിച്ചു വരികയാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമിക പഠനങ്ങൾ തെളിയിക്കുന്നത്. ആ വരവിൽ പുഴയുടെ ഇരുകരകളിലും ഉണ്ടായിരുന്ന സകലത്തിനെയും ഉരുൾ അതിൻ്റെ ഭാഗമാക്കി മാറ്റി. ഭീമാകാരമായ കല്ലുകളും മരങ്ങളും താഴേക്ക് വന്നത് ആ ഒഴുക്കിന്റെ ഗതിയിലാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ജീവഹാനി ഒഴിവാക്കാനോ കുറഞ്ഞപക്ഷം കുറയ്ക്കാനോ എങ്കിലും നമുക്ക് കഴിയുമായിരുന്നു.